തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. വാർത്തകളിലൊക്കെ നിറയുകയാണ് ഇപ്പം കെ മുരളീധരൻ. കൂടാതെ ബി.ജെ.പി നേരത്തെ തന്നെ പറഞ്ഞത് ശ്രീലേഖ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നതാണ്. അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് 2 ടൈമായിട്ട് അവിടെ മത്സരിച്ച് ജയിച്ച ആളാണ്. അപ്പോൾ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ശ്രീലേഖ മത്സരിക്കുമെന്ന് ഇപ്പോഴും നമുക്കറിയില്ല, മുരളീധരൻ അങ്ങോട്ട് വരുമെന്നും കൃത്യതയില്ല. എങ്കിലും ഇവർ 3 പേരുമാണ് സ്ഥാനാർത്ഥിയെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു ക്ലാസ് പോരാട്ടമായിരിക്കും കാണാൻ പോകുന്നത്. എങ്ങനെ വിലയിരുത്താം നമുക്കതിനെ? അതിനകത്ത് എനിക്ക് തോന്നുന്നു ത്രികോണ മത്സരം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ത്രികോണ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ അവിടെ മത്സരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല മത്സരം നടക്കാൻ പോകുന്നത് മുരളീധരനും ശ്രീലേഖയും തമ്മിലായിരിക്കും. ഇപ്പോൾ മുരളീധരൻ ഏതാണ്ട് മത്സരിക്കുന്നപ്പം ഏതാണ്ട് മുരളീധരൻ്റെ അല്ലേ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഈ മുരളീധരനെ പോലെ ഞാൻ എങ്ങും മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ശ്രീലേഖ അവസാന സ്ഥാനാർത്ഥിയാവും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ മാറ്റ് കൂട്ടുകയും ഇതൊക്കെ ഓരോ തന്ത്രങ്ങളാണല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇമേജ് വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള പ്രക്രിയ എന്ന് പറഞ്ഞതുപോലെ ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ശ്രീലേഖയുടെ ഇമേജ് വീണ്ടും ഒന്ന് മാഗ്നിഫൈഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് വീണ്ടും അവസാനം അത്രയുള്ള ഒരു ആ പ്രഭയിൽ ശ്രീലേഖ അവിടെ കൊണ്ടുവരും. അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് സിറ്റിംഗ് എം എൽ എ ആയിരിക്കുന്ന പ്രശാന്തിൻ്റെ അവസ്ഥ അവിടെ വളരെ പരിങ്ങലില്ല ആകാനാണ് നിലവിലുള്ള വോട്ടിംഗ് പാറ്റേൺസും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. മുരളീധരനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വട്ടിയൂർക്കാവ് വളരെയധികം മുരളീധരൻ ശരിക്കും പറഞ്ഞാൽ ഒരു ചങ്കൂറ്റൂടെ കാണിച്ചിരിക്കുകയാണ്. കാര്യം ബി.ജെ.പി അവരുടെ ഒരു സുനിശ്ചിതമായ ഒരു മണ്ഡലമായിട്ട് കാണുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ വട്ടിയൂർക്കാവ് മത്സരിക്കാനായിട്ട് ഒരുപാട് പേര് താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു എം എൽ എ ആയിട്ട് അസംബ്ലിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ മുരളീധരൻ ഒരു മത്സരിക്കാൻ തയ്യാറാകുകയും അതിന് അദ്ദേഹം സന്നദ്ധ പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് വലിയൊരു ആത്മവിശ്വാസം പകരുകയും UDFൻ്റെ ഒരു വിജയസാധ്യതയെ തെളിച്ചു കാണിക്കുകയും ചെയ്യുന്ന സാധനമാണ്. അത് വിശേഷിച്ചും മുരളീധരനവിടെ നല്ല ഈ ഉള്ളം കൈയിലിരിക്കുന്നത് പോലെ അറിയാവുന്നൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. പക്ഷേ അവിടെയാണൊരു വലിയൊരു വെല്ലുവിളി മുരളീധരൻ നേരിടാൻ പോകുന്നത്. കാരണം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ വളരെ വ്യക്തമായ ചില ധാരണകളുണ്ട്. അത് നമുക്കിനി പിന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോധ്യമാവുകയും ചെയ്യും. അതായത് ഈ BJP ആണെങ്കിലും CPM-നാണെങ്കിലും നിശ്ചിതമായിട്ട് വോട്ടുകൾ മറിക്കാനുള്ള ഒരു സംവിധാനം അവർക്കുണ്ട്. ഒരു ബൂത്ത് തലത്തിൽ ഇത്ര വോട്ട് വെച്ച് മറിക്കണമെന്ന് വെച്ചാൽ മറിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് BJP-ക്ക് എങ്ങനെ ജയിക്കാനായിട്ട് ജയിക്കണമെന്ന് ഉറപ്പുള്ളൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നേരിട്ടുള്ള കടുത്ത മത്സരം BJP-യും UDF-ഉം തമ്മിലാവുമ്പോൾ ഒരു പക്ഷേങ്കിൽ CPM അവിടെ BJP-യെ സഹായിച്ചെന്നിരിക്കും. പകരം CPM-ന് ജയസാധ്യത കുറവുള്ള UDF-ന് സാധ്യത കൂടുതലുള്ള മണ്ഡലത്തിൽ BJP CPM-നെയും സഹായിക്കും. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ധാരണ രണ്ടായാലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഇതിനകത്ത് 2 പേർക്കും ഒരേ താല്പര്യമാണ്. BJP-ക്ക് എങ്ങനെയെങ്കിലും കുറച്ച് MLA-മാരെ അസംബ്ലിയിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അതേപോലെ LDF-നെ സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ. LDF-ൻ്റെയും BJP-യുടെയും തെരഞ്ഞെടുപ്പിലെ ഒരേ പ്രചരണ ആയുധവുമാണ്. അതായത് UDF-ന് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് കൊടുക്കുന്ന തുല്യമായിരിക്കും. അപ്പം ഈ രീതിയിൽ വരുന്ന സമയത്താണ് മുരളീധരൻ്റെ വെല്ലുവിളി. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടാൻ പോകുന്ന മണ്ഡലം UDF വെല്ലുവിളി നേരിടാൻ പോകുന്ന മണ്ഡലം ഒരു പക്ഷേങ്കിൽ വട്ടിയൂർക്കാവായിട്ട് മാറും എന്നുള്ളതിന് സംശയമില്ല. അതെ, എനിക്ക് തോന്നുന്നു കെ മുരളീധരൻ അവിടെ 2 വട്ടം MLA ആയിരുന്നല്ലോ. ഈ നല്ല MLA ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾക്ക് അത്ര ബോധ്യമില്ല. അതുകൊണ്ട് അയാൾ അവിടെ മത്സരിക്കുന്നുണ്ടോ, സെൻട്രലിലേക്ക് അയാൾ ശ്രമിക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ഇപ്പം സെൻട്രലിലേക്ക് കാർത്തികേയൻ്റെ മകനും പിന്നെ ശിവകുമാർ CP ജോൺ എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നായന്മാരുള്ള ഒരു മണ്ഡലമാണ്. അവിടെയും BJP-ക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. അപ്പം അത് സെൻട്രൽ പിടിവലി കൊണ്ടായിരിക്കും വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ച പോലെയാണ്. അദ്ദേഹം അറിയിച്ചതനുസരിച്ചാണ് UDF അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഈ പറയുന്നത് പോലെ മുരളിക്കൊരു ഭയം BJP-യെ ഉണ്ട്. കാരണം BJP-ക്കാരും RSS-കാരും അക്കൗണ്ട് പൂട്ടിക്കാൻ നടക്കുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ പരുവം കിട്ടിയാൽ കൈകാര്യം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ മുരളി അത്ര മോശമൊന്നുമില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, മുരളി വിചാരിക്കുന്നത്
ഇവിടെ ആകുമ്പം BJP വോട്ട് മറിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ജയസാധ്യതയുള്ള A ക്ലാസ് മണ്ഡലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വോട്ട് കുറയ്ക്കാനുള്ള സാധ്യത ജയിക്കുമെന്ന് കണ്ടുകൊണ്ട് എതിരെ വരത്തില്ല, ഈ ക്രോസ് വോട്ടിംഗ് എതിരെ വരത്തില്ല എന്നുള്ളൊരു ധാരണ പുള്ളിക്കുണ്ട്. പക്ഷേ അവിടെ മത്സരം വന്നാൽ ത്രികോണ മത്സരം ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. പിന്നെ വേറെ ചില കാരണങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്, വേറെ ചില കാരണങ്ങൾ കൊണ്ട് മത്സരം നോക്കുമ്പോൾ ശ്രീലേഖയും മുരളിയും കൂടെ ആയിരിക്കാം ഒരുപക്ഷെ മത്സരം കൂടുതൽ വരുന്നത്. പക്ഷേ ഈ പ്രശാന്തുമായിട്ടായിരിക്കത്തില്ല. പ്രശാന്ത് ഇതുവരെ മത്സരിച്ച് ഈ പ്രാവശ്യം 2 പ്രാവശ്യവും സൂപ്പർ അല്ലെങ്കിൽ ഈ ബ്രോ എന്നൊക്കെ പറയുമ്പോഴും 2 പ്രാവശ്യവും സ്ഥാനാർത്ഥികളൊക്കെ മോശമായിരുന്നു കേട്ടോ. ഇതുപോലുള്ള MLA എന്ന നിലയിലല്ല, എതിർ സ്ഥാനാർത്ഥികൾ മോശമായിരുന്നു. ഇതുപോലുള്ള സ്ഥാനാർത്ഥികളൊന്നും വന്നിട്ട്. അപ്പം ഈ പ്രാവശ്യത്തെ മത്സരം ശ്രീലേഖ ഇറങ്ങാമെങ്കിലും സാധ്യതയുള്ള കൂടെ ശ്രീലേഖ അതിന് തയ്യാറെടുത്തിരുന്നു. അവരിപ്പോൾ ഈ ന്യായമൊക്കെ പറയുന്നതല്ല. അവർ അവിടുത്തെ MLA ആവുന്നതിന് വേണ്ടി ഒരുപക്ഷെ മേയറാക്കാത്തതിന് അതൃപ്തിയൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടൊരു മനുഷ്യനും അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയമില്ലാത്തൊരു സ്ത്രീക്കും ആ അതൃപ്തി രാഷ്ട്രീയക്കാരുണ്ടാകുമ്പോൾ അത് മറച്ചു പിടിക്കാൻ സാധിക്കും. ഇവർക്കത് കാണിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് അതുകൊണ്ട് ഇവർ മത്സരിക്കുന്നത്. പക്ഷെ അവർക്ക് അവിടെ MLA ആവണമെന്ന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർക്കപ്പുറം പ്രശാന്തിൻ്റെ ഒരു ഗിമിക്ക് അവിടെ പൊളിച്ചിട്ട് പ്രശാന്ത് അതുകൊണ്ട് ഓടി. കാരണം കൂടുതൽ വിസ്തരിക്കാനോ ഇവരോട് മത്സരിക്കാനോ ഒക്കെ നിന്നാൽ പ്രശാന്തിനെ അവർ കൂടുതൽ പൊളിക്കുമെന്ന് മനസ്സിലായി. ആദ്യത്തെ ഒരു ചെറിയ വിഷയത്തോടുകൂടി തന്നെ പ്രശാന്തിനെയും CPM-നെയും പൊളിച്ചല്ലോ. കാരണം വലിയൊരു CPM അല്ലേ, വലിയൊരു കരുതലോടുകൂടി ശ്രീലേഖ എന്ന് പറയുന്ന ആളിന് അവിടെ എന്തും വേണ്ടി സ്വാധീനമുണ്ടെന്നും അവർ നാളെ കാലത്ത് എത്രത്തോളം ദോഷം ചെയ്യുമെന്നും കണ്ട് നേരത്തെ പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ ഒരു ഓഫീസ് വിഷയത്തിൽ. കാരണം BJP വന്നു, ശ്രീലേഖ വന്നു, അപ്പോൾ ഇത്രയും കിട്ടിയപ്പോഴത്തേനും ഒരു MLA-യുടെ ഓഫീസ് ഉൾപ്പെടെ തകർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ അധികാരത്തിൽ വന്നാലെന്നുള്ള രീതിയിലേക്ക് വന്ന അപ്പോൾ അവരത് പൊളിച്ച് അടുക്കി കൊടുത്തു. കാരണം അതിൻ്റെ തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു. രാജേഷ്, ശിവൻകുട്ടി മോശം വന്നു, ശിവൻകുട്ടി, പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാ നേതാക്കന്മാരും ഇറങ്ങിയല്ലേ. അവസാനം അവർക്ക് മനസ്സിലായി അപകടം. അന്നേരം അവിടെ പടി വെച്ചു. അപ്പം അവർ തയ്യാറായിരുന്നു, തയ്യാറാണ്. ശ്രീലേഖ സ്വന്തം നിലയിലൊന്നും പോയതും ചോദിച്ചതൊന്നും അല്ലല്ല അതിനകത്ത്. അപ്പം അവരതിന് തയ്യാറായിരുന്നു. കാരണം അവിടുത്തെ ഒരു ഫിഗർ ആവാൻ. കാരണം അല്ലെങ്കിൽ അവരിപ്പം ആ വട്ടിയൂർക്കാവിൽ തന്നെയാണല്ലോ അവരുടെ ഓഫീസ്. അപ്പം അവരതിന് തയ്യാറാണ്. പിന്നെ വേറെ ചില കാരണങ്ങൾ കൊണ്ട് അവരിപ്പം വേണ്ട, മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ചില അതിർത്തിയുണ്ട്. അതൊരു പക്ഷേ ഞാൻ ഈ പറഞ്ഞില്ലേ, മോദി വിളിച്ചത് തിരുവനന്തപുരത്ത്, മോദി തിരുവനന്തപുരത്തുകാരെ വിളിച്ച് ഡൽഹിയിൽ കൊണ്ടുപോയത് MLA-മാരെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കാനാണ്. അല്ലാതെ അയാൾക്ക് സമയം കളയാനല്ല. അല്ല ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ കാണാനല്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഏറ്റവും വലിയൊരു മുഖ്യമന്ത്രിയായിട്ട്. കാരണം അതിനകത്ത് ഇവർക്കൊരു കരുത്ത് കൂടുതൽ പോയിരുന്നു. കാരണം ഇത്രയും ചെറിയൊരു കാര്യം ഒരു കോർപ്പറേഷൻ പിടിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഒരു പ്രധാനമന്ത്രി വിളിച്ച് വിരുന്ന് വരുമ്പോൾ നാളെ കാലത്തെ അവിടെ MLA-മാരെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ആ രീതിയിലെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നമ്മളുടെ വില എത്രത്തോളം വലുതാവും, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഉണ്ട്. മാത്രമല്ല ഇവിടുത്തെ തന്നെ അറിയത്തില്ല, തവള ഇതിനകത്ത് കിടക്കുന്നതല്ലേ. ഇവർ BJP എന്തോ ആണെന്നും അതിൻ്റെ വലിപ്പം എന്തോ ആണെന്നും ഈ ട്രെയിനിൽ ഇറങ്ങിയവരെ ചെന്നപ്പോഴത്തേനും മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ആ നേതാക്കന്മാരെ കണ്ടിട്ട് ഇതുപോലെ വന്നാൽ ഇതുപോലെ വലിപ്പം നിങ്ങൾക്കും കിട്ടും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം അതിനകത്ത് അവിടെ MLA-മാരെ ഉണ്ടാക്കാൻ ഒരുപക്ഷെ അവസാനം നമ്മൾ ഈ പറയുന്നത് പോലെ മോദിക്ക് അങ്ങനെയൊന്നുമില്ല. മോദി ശ്രീലേഖ അല്ലെങ്കിൽ അത്തരത്തിൽ നേതാക്കന്മാർ വന്നിട്ട് നിങ്ങൾ മത്സരിക്കൂ, വട്ടിയൂർക്കാവ് മത്സരിക്കൂ, സാധ്യത ഇപ്പം എല്ലാം സർവേ ഒക്കെ നടത്തുമല്ലോ നോക്കുമ്പോൾ ഇവരുടെ സാധ്യത അനുസരിച്ച് അവർക്ക് അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ മത്സരിപ്പിക്കും. അക്കൗണ്ട് പൂട്ടിക്കാൻ നടക്കുന്ന മുരളിയുടെ അക്കൗണ്ട് ചിലപ്പോൾ ഇതോടുകൂടി പൂട്ടും. ഈ പ്രാവശ്യം തോറ്റാൽ എത്ര പറഞ്ഞാലും മുരളി പിക്ചറിലില്ലാതാവും. മുരളിയുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞ അധ്യായം പോലെ ആകും.